തൻ്റെ ശബ്ദത്തിലൂടെ മലയാള ചലച്ചിത്ര രംഗത്തിനും അതുപോലെ മലയാളികൾക്കും ഏറെ പ്രിയങ്കരിയായി തീർന്ന ശ്രീമതി വിമ്മി മറിയം ജോർജ്, മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമായ, മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയ കോട്ടയത്തിൻ്റെ പ്രിയങ്കരിയായ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രിയപുത്രിയായ ശ്രീമതി വിമ്മി ജോർജിന് സ്വാഗതം. സ്വരമാണ് ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി. സ്വരം ആ വ്യക്തിക്ക് ആത്മവിശ്വാസം പകരുകയും ചെയ്യും. എങ്ങനെയാണ് വിമ്മി തൻ്റെ ഈ സവിശേഷ സ്വരത്തെ തിരിച്ചറിഞ്ഞത്? എൻ്റെ അനുജത്തി വിധു മറിയം ജോർജ്, അനുജത്തി ജ്യോതിഷ് ബ്രഹ്മയുടെ പരസ്യത്തിലൊക്കെ അഭിനയിച്ചിരുന്നു. അപ്പോൾ ആ ഏജൻസിയുടെ ആ പരസ്യത്തിൽ വോയിസ് ഡബ് ചെയ്യാനായിട്ട് വിധുവിനെ സ്റ്റുഡിയോയിൽ വിളിച്ച സമയത്ത് വിധുവിന് കൂട്ടുപോയതാണ് ഞാൻ. അതുവരെ പാട്ട് മാത്രമേ ഉള്ളൂ എനിക്ക്. അങ്ങനെ കൂട്ടുപോയ സമയത്ത് അവർ വോയിസ്, അപ്പോഴാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മ്യൂസിഷ്യൻസിനെല്ലാം എന്നെയും പരിചയമുള്ളതുകൊണ്ട് അവർ പറഞ്ഞു, ആഹാ ഇന്നയാളുടെ അനിയത്തിയാണല്ലോ ഇതിൽ അഭിനയിച്ചെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് ഈ വോയിസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വളരെ കാഷ്വലായിട്ട് ആ പരസ്യത്തിന് വേണ്ടി ഞാൻ വോയിസ് ഡബ് ചെയ്യും. പിന്നെ കുറേ കാര്യങ്ങളുമൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഈ വഴിയിലേക്ക് പതുക്കെ. പിന്നെ റേഡിയോ സ്റ്റേഷനിൽ ജോലിയായി. അതിന് കല്യാണം കഴിഞ്ഞപ്പോൾ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് വന്നു. പിന്നെ സിനിമ ഡബ്ബിങ്ങിലേക്ക് വന്നു. ഇപ്പോൾ ഈ കയ്യൊപ്പ് എന്ന് പറഞ്ഞ സിനിമയിലും ഡബ് ചെയ്യാനായിട്ട് കാരണം ഞാൻ അതേ സമയത്ത് തന്നെ ലാൽ മീഡിയ സ്റ്റുഡിയോ, കൊച്ചിൻ സ്റ്റുഡിയോയിലായിരുന്നു. അവിടെ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഒരു ആഡ് ഡബ് ചെയ്യാൻ ഞാൻ അവിടെ ചെന്നതാണ്. അപ്പോഴാണ് അവർ ഇങ്ങനൊരു പുതിയ ചിത്രത്തിന് വേണ്ടി അവർ വോയിസ് നോക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞത്. അങ്ങനെ ഓക്കെ, എന്നാൽ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് സിനിമയിൽ ഡബ് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ്. അങ്ങനെ ആ ചാൻസ് ഞാൻ ഉപയോഗിക്കുകയും ദൈവാനുഗ്രഹം കൊണ്ടത് ഏറ്റവും നല്ല രീതിയിലേക്ക് പെർഫോം ചെയ്യാൻ പറ്റുകയും ചെയ്തു. തൻ്റെ ശബ്ദത്തിലൂടെ മലയാളിയുടെ മനം കവർന്ന ശ്രീമതി വിമ്മി ഈ സംസ്ഥാന അവാർഡിനെ എങ്ങനെയാണ് കാണുന്നത്? എനിക്കിത് രണ്ടാമത്തെ അവാർഡാണ്. ആക്ച്വലി നിദ്ര എന്ന് പറഞ്ഞ ചിത്രത്തിനാണ് ഇപ്പം കിട്ടിയിരിക്കുന്ന അവാർഡ്. ഇതിനു മുൻപ് കയ്യൊപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി കിട്ടിയിരുന്നത്. വീണ്ടും കിട്ടുമ്പോൾ ഉള്ള സന്തോഷം ഇരട്ടിക്കും. അതിനേക്കാൾ ഉപരി നമുക്ക് മലയാള സിനിമ ആ ഒരു ശാഖയിൽ ഏറ്റവും പ്രമുഖനായിട്ടായിരുന്നു ശ്രീ ഭരതൻ സാർ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്ത ആദ്യത്തെ ചിത്രമാണ്. ആ ചിത്രത്തിൽ അതൊരു റീമേക്ക് ചിത്രമാണെങ്കിൽ കൂടിയും അതിലെ പ്രധാന കഥാപാത്രത്തിന് വോയിസ് കൊടുക്കാൻ എന്നെ വിളിച്ച് വോയിസ് ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് നമ്മളതിലേക്ക് വന്നത്. അതൊരു വലിയ ഭാഗ്യമായിരുന്നു. കാരണം ഈ ആക്ട്രസ് യൂഷ്വലി അവരുടെ ശബ്ദം തന്നെയാണ് എല്ലാ സിനിമയിലും എല്ലാ കഥാപാത്രത്തിനും കൊടുത്തു വന്നിരിക്കുന്നത്. ഈ ഒരു ക്യാരക്ടറിന് എന്തോ ആ സാഹചര്യത്തിൽ അവർക്ക് ഡബ് ചെയ്യാൻ പറ്റിയില്ല. പകരം എൻ്റെ വോയിസാണ് അതിന് ആപ്റ്റായിട്ട് വന്നതെന്ന് കണ്ടു. അപ്പം അത് ചെയ്തു. അതൊരു വലിയ സന്തോഷമായി. കാരണം ഒരിക്കലും ചിലപ്പോൾ അത് നടക്കാതെ പോയിരിക്കാമായിരുന്നു. അവർ തന്നെത്താൻ ഡബ് ചെയ്ത വോയിസ് കൊടുത്തിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ ഒരു അവാർഡ് ലഭിക്കില്ലായിരുന്നു. അതൊരു ദൈവനിമിത്തമായിട്ട് ഞാൻ കരുതുന്നു. ഒട്ടേറെ കഥാപാത്രങ്ങൾ വിമ്മിയുടെ ശബ്ദത്തിലൂടെ സംസാരിച്ചു. ഇതിൽ വിമ്മിയെ സ്വാധീനിച്ച ഏതെങ്കിലും കഥാപാത്രമുണ്ടോ? അങ്ങനെയൊന്ന് പറയാൻ സാധിക്കുമോ? അത് ഞാൻ ആദ്യം ഡബ് ചെയ്ത മൂവി കയ്യൊപ്പ് എന്ന ഫിലിം രഞ്ജിത്ത് സർ സംവിധാനം ചെയ്ത. അപ്പോൾ പത്മയുടെ കഥാപാത്രം എന്നെ വളരെയധികം ടച്ച് ചെയ്ത ഒരു കഥാപാത്രമാണ്. കാരണം ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് മൂവിയാണത്. ഡബ്ബിങ്ങിലെ ഫസ്റ്റ് ഡബ് ചെയ്ത മൂവി അതാണ്. പിന്നെ ഇത്രയും പ്രഗത്ഭനായ രഞ്ജിത്ത് എന്ന ഡയറക്ടറിൻ്റെ ഒരു സിനിമയിൽ ഡബ് ചെയ്യുമ്പോൾ ഉള്ള ഭയവും ആദ്യത്തെ ഫിലിം ഡബ് ചെയ്യുന്നതിൻ്റെ ഒരു പേടിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും ആ ക്യാരക്ടറാണ്. പിന്നെ എനിക്ക് മനസ്സിൽ മായാതെ നിൽക്കുന്നത് തിരക്കഥ എന്ന ചിത്രം. അതും അദ്ദേഹത്തിൻ്റെ തന്നെ സംവിധാനത്തിലുള്ളതാണ്. തിരക്കഥയിലെ മാളവിക എന്ന് പറഞ്ഞ കഥാപാത്രം പ്രിയാമണി ചെയ്തതാണ്. ആ മൂവിയിൽ 2 ഹാഫായിട്ടാണ്. ഫസ്റ്റ് ഹാഫ് സെപ്പറേറ്റ് ഒരു ടോൺ, സെക്കൻഡ് ഹാഫ് വേറൊരു ടോണിലായി വന്നിരിക്കുന്നത്. അത് രണ്ടും 2 സമയത്തായിട്ട് വന്ന് ഡബ് ചെയ്തു. അതിനുവേണ്ടി അത്രയും എഫേർട്ട് ഇട്ട് ചെയ്ത ഒരു ക്യാരക്ടർ. ഈ ക്യാരക്ടേഴ്സ് എൻ്റെ മനസ്സിലെന്നും തങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ റീസെൻ്റ്ലി റിലീസായ സിനിമകളിൽ നിദ്ര ഉണ്ട്. അതോടൊപ്പം തന്നെ ട്രിവാൻഡ്രം ലോഡ്ജ് എന്നും പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. അഭിനയ രംഗത്ത് വളരെ ശ്രദ്ധേയരായവർക്കാണ് വിമ്മി ശബ്ദം നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു അഭിനേത്രിയുടെ അഭിനയത്തിൻ്റെ പൂർണ്ണത വിമ്മിയുടെ ശബ്ദത്തിലൂടെയാണ് സാധ്യമാകുന്നത്. അപ്പം അത്തരം അഭിനേത്രികൾ എങ്ങനെയാണ് വിമ്മിയുമായി ഇടപെട്ടിട്ടുള്ളത്? അവരുടെ സമീപനം എങ്ങനെയായിരുന്നു? എല്ലാ ആക്ട്രസസും നമ്മളെ കോണ്ടാക്ട് ചെയ്തോണം ഇല്ല. നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്തും ഈ ആക്ട്രസസ് ഒന്നും അവിടെ ഉണ്ടായിരിക്കില്ല.
പക്ഷേ ഖുഷ്ബുവിന് അവാർഡ് കിട്ടിയ സമയത്ത് ഈ ക്യാരക്ടർ അതുപോലെ ആ വോയിസ് നല്ലതായിട്ട് ജെല്ല് ചെയ്ത് വന്നപ്പോൾ എന്നെ വിളിച്ച് അഭിനന്ദിച്ചു. ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്തു തന്നതിൽ വളരെ നന്ദി. എൻ്റെ ക്യാരക്ടറിനും, അതായത് ഖുഷ്ബു പറയുന്നത് അവരുടെ ക്യാരക്ടറിന് അത് അത്രയും എഫക്റ്റീവ് ആക്കി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് പല ചിത്രങ്ങളിലും ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. എന്തോ അവരുടെ ആ ഒരു നേച്ചർ, അവരുടെ വോയിസ് ടോണുമായിട്ട് എനിക്ക് നല്ലതായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തും എന്തെങ്കിലും പുതിയ പ്രോജക്റ്റുകളുണ്ടെങ്കിൽ റെഫർ ചെയ്ത് സംസാരിക്കാറുമുണ്ട്. അതുകൂടാതെ പിന്നെ വിളിച്ച് സംസാരിക്കുന്നതും അങ്ങനെ ഒരു ടച്ചുള്ളത് ആൻ അഗസ്റ്റിൻ. ആ കുട്ടിയും എൽസമ്മ എന്ന ആ പെൺകുട്ടി എന്ന് പറഞ്ഞ അതിനു വേണ്ടി ഡബ് ചെയ്ത സമയത്ത് വളരെ ഒരു ഇഫക്റ്റായിരുന്നു. ലാൽ ജോസ് സാറിൻ്റെ സംവിധാനത്തിലുള്ള സിനിമയായിരുന്നു. അവർ പിന്നെ റീസെൻ്റ്ലി ഇപ്പോൾ റീമാ കല്ലിങ്കൽ. അല്ലാതെ എല്ലാ ആക്ട്രസസുമായിട്ട് നമുക്ക് അങ്ങനെ ടച്ച്, അത് മനസ്സറിഞ്ഞ് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യാൻ പറ്റില്ല. മനസ്സറിഞ്ഞ് എന്തായാലും ഇത്രയും പേര് നമ്മളോട് അത് അറിയിക്കുകയും അതിനനുസരിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഡബ്ബിംഗ് രംഗത്ത് തൊട്ടതിനെല്ലാം പൊന്നാക്കിയ നാവാണ് വിമ്മിയുടേത്. അങ്ങനെ പറയുന്നത് തന്നെ എനിക്ക് വലിയൊരു അംഗീകാരമാണ്. ഡബ്ബിംഗ് രംഗത്തേക്ക് കടന്നു വരാൻ വൈകി എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ഒരു 7 വർഷത്തോളം ദുബായ് റേഡിയോയിൽ വർക്ക് ചെയ്തിരുന്നു, FM റേഡിയോയിൽ. അത് ഏഷ്യയിലെ ആദ്യത്തെ വനിതാ റേഡിയോ ജോക്കി ആയിട്ടാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് അതിനെക്കുറിച്ച് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല. ഇവിടെ ചെയ്തു പോയ സ്റ്റേജ് പ്രോഗ്രാംസ്, പാട്ട് പാടിയതിൻ്റെയും നമ്മൾ ചെയ്ത റെക്കോർഡിങ്സിൻ്റെയൊക്കെ ഒരു ബലത്തിൽ, അതുകൂടാതെ അഡ്വർടൈസ്മെൻറ്റ്സ് വോയിസ് ഓവർ കൊടുക്കുമായിരുന്നു. അങ്ങനെ ശബ്ദം കൊടുത്തതിൻ്റെ ബേസിലാണ് ദുബായിൽ ഞാൻ പ്രോഗ്രാമിന് പോയപ്പം അവിടുത്തെ റേഡിയോ സ്റ്റേഷനിൽ വോയിസ് ഡബ് ചെയ്യാനായിട്ടൊക്കെ ചെന്നത്. അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്തു, ഒരു 7 വർഷത്തോളം ജോലി ചെയ്തു. ആ ഒരു ഇത് ശരിക്കും നമുക്ക് ഡബ്ബിംഗ് എന്ന് പറഞ്ഞ ഈ പ്രൊഫഷനെ നല്ലതായിട്ട് ബാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ ഒരു പാട്ടിൻ്റെ ഒരു ബേസ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്, ചില കഥാപാത്രങ്ങളൊക്കെ നമ്മൾ ഡബ് ചെയ്യുമ്പം ചില ടോൺ കീപ്പ് ചെയ്തുകൊണ്ട് വേണം. അതിന് ഞാൻ പറയുന്നത് ഈ ഒരു സംഗീതത്തിനോട് നമുക്കൊരു മനസ്സുകൊണ്ടൊരു അറ്റാച്ച്മെൻ്റ് ഉള്ളത്, പാടുക, പ്രാക്ടീസ് ചെയ്യുക ഒക്കെ ചെയ്യുന്നത് ഇതിനെ ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഈ ഒരു മേഖലയിലേക്കും അത് സഹായിച്ചു. ഡബ്ബിംഗ് രംഗത്ത് മറ്റെന്തൊക്കെ സാധ്യതകളാണുള്ളത്? പുതിയ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കിട്ടുന്ന അപ്രീസിയേഷൻ തന്നെ ഇത് വലിയൊരു കാര്യമാണ്. കാരണം പണ്ടൊക്കെ ഞാൻ സീനിയർ ആർട്ടിസ്റ്റുകൾ, ഇപ്പം ഭാഗ്യലക്ഷ്മി ചേച്ചി, ആനന്ദവല്ലി ചേച്ചി, അങ്ങനെ ഓരോരുത്തരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ ഇട്ട എഫേർട്ടൊക്കെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഒത്തിരി കാലങ്ങൾ കഴിഞ്ഞു. എത്രയധികം സിനിമകൾ അവർ ചെയ്തു പോയെങ്കിലും അതിൻ്റെ പിന്നിൽ അവർ പ്രവർത്തിച്ചതിന് പേര് വരിക അല്ലെങ്കിൽ അതിനെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത് വളരെ ലേറ്റായിട്ടായിരുന്നു. അവരൊക്കെ ഇട്ട ആ ഒരു സ്ട്രെയിനിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഒരു ഫലമാണ് ഞങ്ങൾക്കിപ്പോൾ ഇന്ന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പെൺകുട്ടികൾക്ക് വന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മേഖലയാണിത്. പിന്നെ ഇതേ ഉള്ളൂ, ആർക്കും വന്ന് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് കരുതാതെ അതിൻ്റെ ആ ഒരു പക്വതയോടുകൂടി, ആ സീരിയസ്നെസ്സോടുകൂടി വന്ന് ഇപ്പം ഭാഷ സംസാരിക്കുമ്പോൾ ഉള്ള ആ ഒരു സ്ഫുടത, പിന്നെ അതിനെ ആ വേണ്ട ഒരു സീരിയസ്നെസ് കൊടുത്തുകൊണ്ട് വരണം എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. ഇപ്പോൾ ഡബ്ബിങ്ങിന് 2 പ്രാവശ്യം അവാർഡ് ലഭിച്ചു കഴിഞ്ഞു. വിമ്മി ഒരു അനുഗ്രഹീത ഗായിക കൂടിയാണ്. എന്നാൽ സിനിമ പിന്നണിയിൽ ഒരു കൈ കൂടി നോക്കിക്കൂടെ? നോക്കാത്തതിൻ്റെ അല്ല, ആക്ച്വലി എനിക്ക് അങ്ങനെ അവസരങ്ങൾ വന്നില്ല, ഫിലിമിലെ പാട്ടുകളുടെ അവസരങ്ങൾ വന്നില്ല. പിന്നെ അതിനേക്കാൾ ഉപരി ഇപ്പം ഞാൻ കല്യാണം കഴിച്ച് കുഞ്ഞായി, ഇപ്പോൾ പ്രയോറിറ്റീസ് ഇച്ചിരി മാറ്റം വന്നു. എനിക്ക് പണ്ട് പാട്ടിനൊക്കെ ഞാൻ പോകുമ്പോൾ ഉള്ള നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ആ ഒരു ഡെഡിക്കേഷൻ ഇപ്പം ഫുള്ളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം കുഞ്ഞിനെ വളർത്തുന്നതിന് ഇപ്പോൾ 2.5 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ മോക്ക്. അതിൻ്റെ ഭാഗമായതുകൊണ്ട് അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനു വേണ്ടി പൂർണ്ണമായിട്ടും നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ചെയ്യണം എന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു അവസരം വന്നാൽ ഞാൻ തീർച്ചയായിട്ടും അത് നിഷേധിക്കത്തില്ല. റേഡിയോ അവതാരക എന്ന നിലയിൽ വളരെ സുപരിചിതയാണ് വിമ്മി, പ്രത്യേകിച്ചും ഗൾഫ് മലയാളികൾക്ക്. ആദ്യകാല റേഡിയോ ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള പ്രത്യേക എന്തെങ്കിലും അനുഭവം പങ്കുവെക്കാൻ സാധിക്കുമോ? അനുഭവങ്ങളെന്ന് പറയുമ്പം ഒത്തിരി ചിത്രീകരണങ്ങൾ ചെയ്യാൻ പറ്റി, നാടകങ്ങളിൽ ശബ്ദം കൊടുക്കാൻ പറ്റി. പിന്നെ അവിടെ ഉള്ള സമയത്ത് തന്നെ സിനിമ ഡബ്ബിങ് കേരളത്തിലേക്ക് ടോട്ടലായിട്ട് ഷിഫ്റ്റ് ചെയ്തൊരു സമയം. ഞാൻ അതിനു മുമ്പെല്ലാം ചെന്നൈയിലാണല്ലോ എല്ലാ ഡബ്ബിങ്ങും നടക്കുന്നത്. ഇത് കേരളത്തിലേക്ക് ഫുള്ളായിട്ട് അതിൻ്റെ ഡബ്ബിങ് ഷിഫ്റ്റ് ചെയ്ത സമയത്താണ്. പക്ഷേ ഞാൻ ദുബായിലായി പോയത് കൊണ്ട് ആ സമയത്ത് എനിക്കും ഒരു എൻട്രി ലഭിക്കാതെ പോയി. പിന്നെ ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ എനിക്ക് ദാസേട്ടൻ്റെ കൂടെയും
ചിത്ര ചേച്ചിയുടെ കൂടെയൊക്കെ പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റി. അത് ആ റേഡിയോ സ്റ്റേഷനിൽ വർക്ക് ചെയ്തത് കൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട്. അതിനും മുന്നിൽ ഞാൻ നമ്മുടെ നാട്ടിലുള്ള സമയത്ത് തന്നെ എല്ലാം ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ് കൂടുതലും എനിക്ക് ഓഫറുകൾ വന്നിട്ടുള്ളതും. ഹാർട്ട് ബീറ്റ്സ്, സെലസ്റ്റിയൽസ് ഇതുപോലത്തെ ട്രൂപ്പിൻ്റെ കൂടെ ഞാൻ പാടി. അങ്ങനെ പാടി തെളിഞ്ഞു എന്ന് വേണം ആക്ച്വലി വിചാരിക്കാം. ഇനി വിമ്മിയുടെ കുടുംബ വിശേഷങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ദിലീപ് ജോച്ചാണ്ടി, അദ്ദേഹം തേവർവേലി, കോഴഞ്ചേരി തേവർവേലി കുടുംബത്തിലാണ് എന്നെ കെട്ടിച്ചിരിക്കുന്നത്. ഞങ്ങളിപ്പം സെറ്റിൽഡ് ആയിരിക്കുന്നത് ചെന്നൈയിലാണ്. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്, 2.5 വയസ്സ് കഴിഞ്ഞു, മാളവിക. എൻ്റെ വീട് ശരിക്കും പറഞ്ഞാൽ കോട്ടയമാണ്. കോട്ടയത്താണ് ഞാൻ പഠിച്ച് വളർന്ന. എല്ലാം പാട്ടാണേലും പരസ്യങ്ങളാണേലും എല്ലാത്തിനും ബേസ് എനിക്ക് കോട്ടയമാണ്. അപ്പോൾ കോട്ടയം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യമുള്ള ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ എൻ്റെ ഫാദർ ജോർജ് സക്കറിയ ആറ്റുമാലിക്കൽ ഫാമിലിയാണ്. ഫാദറുണ്ട്, അമ്മ ആനി ജോർജ്, മമ്മിയും എൻ്റെ സിസ്റ്ററിൻ്റെ ഫാമിലി. ഇപ്പോൾ സിസ്റ്റർ കല്യാണം കഴിഞ്ഞ് അവർ ബാംഗ്ലൂർ സെറ്റിൽഡായി, ജിയിൽ വർക്ക് ചെയ്യുവാണ്. ബട്ട് ഇപ്പോഴും അവർ സ്റ്റിൽ ഇൻ ടച്ചാണ് ഈ ഫീൽഡുമായിട്ടും ഒക്കെ. നല്ലതായിട്ട് എഴുത്തുകാരിയാണ്, നല്ലതായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ ശബ്ദം കൊണ്ടാണ് എൻ്റെ പാട്ട് ശബ്ദം കൊണ്ട് ചെയ്യുന്നത് പോലെ അവർ എഴുത്ത് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നല്ലതായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഇന്നത്തെ യുവതലമുറയ്ക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? ഏതൊരു ജോലിയും ഏതൊരു സാധ്യത നമുക്ക് മുൻപിൽ വന്നാലും അത് നല്ലതായിട്ട് പ്രയോജനപ്പെടുത്തുക. അതോടൊപ്പം നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ ഉറച്ച് ആ ഒരു ബലത്തിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങണം. എന്നും നമ്മളോടൊപ്പം ദൈവം കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ പോയാൽ നമ്മളത് ആ കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ രക്ഷപ്പെടും എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അത് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ആ ഒരു എനർജി വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ അതെപ്പോഴും ആ എനർജി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിലും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും എന്നൊരു വിശ്വാസം. അത് തീർച്ചയായിട്ടും യങ്സ്റ്റേഴ്സ് അത് ചെയ്യണേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. വിമ്മി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രിയ പുത്രിയാണ്. ഓർത്തഡോക്സ് സഭയ്ക്ക് വിമ്മിയുടെ ശബ്ദത്തിലൂടെയും വിമ്മിയുടെ താലന്തുകളിലൂടെയും എന്തൊക്കെ നൽകാനാവും? ആദ്യം തന്നെ എനിക്ക് അങ്ങനെ ഒരു വിശേഷണം തന്നതിൽ ഞാൻ വെരി മച്ച് താങ്ക്ഫുള്ളാണ്. അത് ഞാൻ സ്വീകരിക്കുന്നു, നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുകയാണ്. കാരണം ഓർത്തഡോക്സ് സഭയിലൂടെയാണ്, ശ്രുതി സ്കൂൾ ഓഫ് ലിറ്റർജിക്കൽ മ്യൂസിക്കിലാണ് അതായത് ഓർത്തഡോക്സ് സഭയിലെ സംഗീതത്തിൻ്റെ ഒരു അടിസ്ഥാനം ഞാൻ മനസ്സിലാക്കുന്നത് അതിലൂടെയാണ്. ആ ശ്രുതി സ്കൂൾ ഓഫ് ലിറ്റർജിക്കൽ മ്യൂസിക്കിലെ ബാച്ചിലെ ഫസ്റ്റ് സീനിയർ ബാച്ചുകളിലുള്ള ഒരാളാണ്, റാങ്ക് ഹോൾഡറാണ്. ഇതെല്ലാം എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ ഒരു സമയത്ത് ഒരു കാലങ്ങളിൽ കല്യാണ ക്വയറുകൾ പാടുമായിരുന്നു. ശ്രുതിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോയിക്കൊണ്ടിരുന്ന പല വേദികളുണ്ട്. ഇതൊക്കെ എൻ്റെ കരിയറിൽ എനിക്ക് പ്ലസ് തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഓർത്തഡോക്സ് സഭയിലൂടെ എപ്പോഴും എന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എന്നെ ആളുകൾ കാണുമ്പോഴും ഡബ്ബിങ്ങിലൂടെ പുതുക്കുമ്പോഴും അവർ ചോദിക്കുന്ന എന്ത് കാസറ്റുകളിൽ എന്ത് പാട്ടുകൾ പാടിയതാ, ഇപ്പോഴും ഞങ്ങൾ ആ പാട്ടുകൾ കേൾക്കുന്നു എന്ന് പറയുമ്പം തീർച്ചയായിട്ടും അതില്ലാതെ എനിക്കൊരു മുൻപോട്ടൊരു ചുവടില്ലായിരുന്നു. അത് ഇപ്പോഴും അത് തന്നെ. ഇതുപോലൊരു അപ്രീസിയേഷൻ ഇപ്പം ബാവാതിരുമേനി എനിക്ക് ഇങ്ങനൊരു അനുമോദനം തന്നതിൽ വലിയ സന്തോഷമാണ്. എനിക്ക് അവാർഡ് കിട്ടിയതിനേക്കാളും ഒരു ഇരട്ടി മധുരമായിട്ട് തോന്നുന്നു ഇത്. പിന്നെ ഇനി ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒത്തിരി പ്രോഗ്രാമുകൾ സഭയുടെ ഭാഗമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയുണ്ടായി. ഓരോ വർഷവും ഓരോ തീമിനെ ബേസ് ചെയ്തിട്ട് ആണ് ഓരോ പ്രോഗ്രാമുകൾ അതിനെക്കുറിച്ച് അവർ ചാർട്ട് ചെയ്യുന്നതെന്നുള്ള ഞാനിപ്പോൾ മനസ്സിലാക്കിയതിനെക്കുറിച്ച്. ആക്ച്വലി അതിൽ എൻ്റെ ശബ്ദം കൊണ്ട്, പാട്ടാണെങ്കിലും അതല്ല വോയിസ്, എൻ്റെ ഈ ശബ്ദം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് സഹായവും തീർച്ചയായിട്ടും ഇനിയുള്ള പ്രോജക്റ്റുകൾ എനിക്കും അതിൻ്റെ ഒരു ഭാഗമാവണം എന്ന് ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. തീർച്ചയായിട്ടും അതിനെല്ലാം കൂടെ ഉൾപ്പെടുത്തണേ എന്നാണ് എനിക്കിപ്പം പറയാനുള്ളത്. വിമ്മി ധാരാളം ഭക്തിഗാനങ്ങളും സ്റ്റേജ് പ്രോഗ്രാമുകളും അവതരിപ്പിച്ചിട്ടുള്ള ആളാണല്ലോ. ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ, ഇഷ്ടപ്പെട്ട ഒരു പാട്ടിൻ്റെ ഏതാനും ചരണങ്ങൾ ഇപ്പോഴൊന്ന് പാടാമോ? പാടാം, തീർച്ചയായിട്ടും പാടാം. കർത്താവേ നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. കർത്താവേ നിൻ പാദത്തിൽ
പാദത്തിൽ ഞാനിതാ വന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. ഈ പാട്ട് ഞാൻ പാടി ഒത്തിരി അപ്രിസിയേഷൻ കിട്ടിയ ഒരു പാട്ടാണിത്. അതുകൂടാതെ മറ്റ് പല ഗായികമാർ പാടിയ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട അധികം ഒത്തിരി പാട്ടുകളുണ്ട്. കാലിത്തൊഴുത്തിൽ പിറന്ന ആ പാട്ടുണ്ട്, പിന്നെ കാവൽ മാലാഖമാരെ, ഇതൊക്കെ ഞാൻ സ്റ്റേജ് പ്രോഗ്രാമിന് പാടി വന്നിട്ടുള്ളതാണ്. പിന്നെ അതുകൂടാതെ മനസ്സിലെപ്പോഴും തട്ടി നിൽക്കുന്ന ഒരു പാട്ടായിരുന്നു ഞാനുറങ്ങാൻ പോകും മുമ്പായി. ഇപ്പോഴും ആ പാട്ട് പാടുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്നൊരു പാട്ടാണ്. ചിലപ്പോൾ എനിക്ക് മോൾക്ക് വേണ്ടി ഞാൻ ആ പാട്ട് താരാട്ട് പാടാറുണ്ട്. അത് 2 വരി പാടാം ഞാൻ. ഞാനുറങ്ങാൻ പോകും മുമ്പായി നിനക്കേകുന്നിതാ നന്ദി നന്നായി, ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെയുമായി, നിന്നാഗ്രഹത്തിനെതിരായി ചെയ്തോരൻ കൊച്ചു പാപങ്ങൾ പോലും കൈ തഴുകി മേലിൽ പുണ്യപ്രവർത്തികൾ ചെയ്യാം. ഞാനുറങ്ങാൻ പോകും മുമ്പായി നിനക്കേകുന്നിതാ നന്ദി